PV അൻവർ തന്നെയാണ്. അദ്ദേഹം വ്യക്തിപരമായി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നതിൽ അദ്ദേഹം ഇന്നലെ രാത്രി ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയായിരുന്നു. ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായുണ്ട്. സുർജിത്ത്, ഇന്നലെ രാത്രി അദ്ദേഹം പറയുന്നത് ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ പോയിട്ടുണ്ട്, ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്, 10,000 വോട്ടുകൾ സ്വരാജിന് പോയി, പക്ഷെ താൻ വിജയിക്കും. ആ വിജയപ്രതീക്ഷ ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചില സർവേകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണ്. സ്വരാജ് 2ാം സ്ഥാനത്തേക്കും ഷൗക്കത്ത് 3ാം സ്ഥാനത്തേക്കും പോകും എന്നൊക്കെ പറയുകയാണ്. ഏതായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കി. അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞു, അതിനുശേഷം സതീശനിസം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വീണ്ടും പിണറായിസത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്താണ് PV അൻവർ ഏറ്റവും ഒടുവിലായി സൂചിപ്പിക്കുന്നത്? ക്രോസ് വോട്ടിംഗ് എന്ന് പറയുമ്പോഴും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്ന അൻവർ, അദ്ദേഹത്തെ സംബന്ധിച്ചത് വളരെ നിർണായകമാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അനുജ GK, ഞാൻ നിൽക്കുന്നത് ഒതായിലെ വാർത്താ സമ്മേളനം ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. സുർജിത്ത്, ഒരു മിനിറ്റ്. സുർജിത്തിലേക്ക് വരാം. ചെറിയ സാങ്കേതിക പ്രശ്നം, വളരെ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുകയാണ്. സുർജിത്തിലേക്ക് നമുക്ക് വരാം. അനുജ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ, അതായത് ഇപ്പോൾ ആദ്യത്തെ 2-3, ഇപ്പോൾ വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ മൂത്തേടം ലീഗിന് സ്വാധീന മേഖലയാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ഒരു 7 റൗണ്ട് വരെ അത് UDFന് അനുകൂലമായിരിക്കും. അത് കഴിഞ്ഞാണ് ഇടത് കേന്ദ്രങ്ങളിലേക്ക് വോട്ടെണ്ണൽ വരാൻ പോകുന്നത്. പക്ഷേ ഇവിടെ അൻവർ പറഞ്ഞതുപോലെ ഒരു ക്രോസ് വോട്ടിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് അനുകൂലമായി മാറും? ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനുള്ള വോട്ട് അത് സ്വരാജിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് അൻവറിന്റെ ആരോപണം. അത് അൻവറിന് ഗുണമാകും എന്ന് അൻവർ പറയുന്നു. അതിനുശേഷം 2ാം സ്ഥാനത്ത് വരുന്നത് സ്വരാജ്, 3ാം സ്ഥാനത്ത്. ഇത് ഈ കണക്കുകൂട്ടൽ ഇപ്പോൾ ഇടതുമുന്നണി ക്യാമ്പിനകത്ത് എന്താണ് കണക്കുകൂട്ടൽ എന്ന് അറിയില്ല. സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഇടതുമുന്നണി സ്വാഭാവികമായും അവരുടെ ഒരു വിജയപ്രതീക്ഷ വെച്ച് പുലർത്തും. മാത്രമല്ല, അവസാന നിമിഷങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ അത് ഇടതുമുന്നണിക്ക് അനുകൂലമായിരിക്കുമോ അതോ അവർക്ക് തിരിച്ചടിക്കുമോ? ഇപ്പോൾ RSS ബന്ധം സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അനുകൂലമാകുമോ അതോ തിരിച്ചടിക്കുമോ എന്നൊക്കെ കാണാം. അതുകൊണ്ട് ഇത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സംബന്ധിച്ചും അദ്ദേഹത്തെ കൂടി ബാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ്. VD സതീശനെ സംബന്ധിച്ച് അൻവറിനെ കൂടെ കൂട്ടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ അതിലൊരു ദുശാഠ്യത്തോടു കൂടി നിന്ന ആളാണ് അതിൽ തന്നെ ലീഗിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ കൂടെ നിർത്തണമായിരുന്നു എന്ന തരത്തിലേക്ക് നമ്മൾക്ക് തന്നെ ചില പ്രതികരണങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും ലീഗും ഈ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ ഒരു പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ആദ്യം തന്നെ അവർ സർവ്വസജ്ജമായി തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത്. കോൺഗ്രസിനേക്കാൾ മുന്നേ തന്നെ ലീഗ് അവിടെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ഇത് എന്ത് വില കൊടുത്തും വിജയിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന തരത്തിലേക്ക് വാശിയോടെ മുന്നോട്ട് പോയതാണ് ലീഗ്. അപ്പോൾ അവരുടെയൊക്കെ നിലപാട് എന്തായിരിക്കും എന്നത്, ആര്യാടൻ ഷൗക്കത്തിന് ലീഗിൽ എങ്ങനെയാണ് ചില വിഭാഗത്തിൽ നിന്ന് എതിർപ്പുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് എങ്ങനെയാണ് അത് ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യതയെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് അല്പസമയത്തിനകം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ വഴിക്കടവ് എന്നുള്ളത് ആദ്യം എണ്ണുന്നു. നിർണായകമായ പഞ്ചായത്താണ്, 30,000-ഓളം വോട്ടുകളുള്ള ഇടമാണ്. മികച്ച പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന പഞ്ചായത്താണ്. അവിടെ ജനങ്ങൾ ഏത് വിഷയമാണ് ഏറ്റവും പ്രധാനമായി അവരുടെ മനസ്സിലുണ്ടായിരുന്നത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്നതാണ്. ആ പ്രശ്നം അവിടെ ചർച്ചയാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രചാരണ സമയത്തൊരു മരണം അവിടെ ഉണ്ടാകുന്നു. അത് വന്യമൃഗശല്യം എന്ന തരത്തിലേക്ക് അതിനെ കണക്കാക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ആ വിഷയം അവിടെ വലിയ പ്രചാരണ വിഷയമായി അന്ന് മാറ്റുന്നതിന് ആ ഒരു സംഭവം കാരണമാവുകയും ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിലേതൊക്കെയാണ് ചർച്ചയായിട്ടുള്ളത്, അതൊക്കെ ഏതൊക്കെ ജനങ്ങൾ എങ്ങനെ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്, ഇത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന തരത്തിലേക്കാണെങ്കിൽ അത് എങ്ങനെ ജനങ്ങൾ ഉൾക്കൊണ്ടു, ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം അതെങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട്, അത് സ്പ്ലിറ്റ് ആകുന്നുണ്ടോ എന്ന ചോദ്യം, അത് PV അൻവറിനും ആര്യാടൻ ഷൗക്കത്തിനും സ്പ്ലിറ്റായി പോവുകയാണോ ചെയ്യുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇതെല്ലാം നിർണായകമാണ്. നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അവിടുത്തെ ജനങ്ങൾ നൽകാൻ പോകുന്നത്. 2.5 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. അവർ വിധി എഴുതുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് പുതുമുഖ വോട്ടർമാരുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അവരൊക്കെ ആർക്ക് അനുകൂലമായി വോട്ട് കുത്തിയിട്ടുണ്ട്, വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും വളരെ പ്രധാനമാണ്. എനിക്കൊന്ന് അനുജ, ഇപ്പോൾ ഇനി നമ്മുടെ ആകാംക്ഷയെല്ലാം നിൽക്കുന്നത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലാണ്. കാരണം 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 8:15 കൂടി നമുക്ക് ആദ്യ
ഫലസൂചനകൾ ലീഡ് ഏതാണ്ട് അറിയാൻ കഴിയും. എങ്ങോട്ടേക്കാണ് അതിന്റെ ട്രെൻഡും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ തന്നെ ഏതാണ്ട് ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ 11 മണിയാകുമ്പോഴേക്കും ഒരു പൂർണ്ണ ചിത്രത്തിലേക്ക് എത്താൻ കഴിയും, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നാണ് കരുതുന്നത്. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ് നിൽക്കുന്നു. വളരെ ചെറിയ മാർജിൻ ആണെങ്കിൽ പോലും ഇത്തവണ വിജയം സുനിശ്ചിതമാണ് എന്ന കണക്കുകൂട്ടലിൽ ഇടതുമുന്നണി നിൽക്കുന്നു. അതേസമയം തന്നെ കാര്യമായ വോട്ട് നേടുന്ന കാര്യത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ NDA സ്ഥാനാർത്ഥിക്കുണ്ട്. താൻ ജയിക്കും എന്ന ഒരു ശുഭപ്രതീക്ഷയിൽ PV അൻവറും നിൽക്കുന്നു. ഇതാണ് അവിടുത്തെ സാഹചര്യം. 10 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ചതുഷ്കോണ മത്സരം നിലമ്പൂരിൽ നടന്നു എന്ന് പറയാം. വളരെ സജീവമായി പല രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു, വിവാദങ്ങൾ രൂപം കൊണ്ടു. ഇതൊക്കെ എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ളത്, അതൊക്കെ ജനവിധിയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ അറിയാൻ ഇനി നമുക്ക് കുറച്ചു നേരത്തെ കാത്തിരിപ്പ് കൂടി മതി. 11 മണിയാകുമ്പോഴേക്കും സമ്പൂർണ്ണമായ ചിത്രം പുറത്തുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിതിൻ അംബുജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ചുങ്കത്തറ മാർത്തോം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന്. നിതിൻ, 7:30-ക്കാണ് സ്ട്രോങ് റൂം തുറക്കുക, 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങും. ആദ്യം സർവീസ് വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകൾ, അത് കഴിയുമ്പോൾ നമുക്ക് EVM-ലെ മെഷീനിലെ വോട്ടുകൾ 8:10 കൂടി എണ്ണി തുടങ്ങുമെന്നാണ് അറിയുന്നത്. ഇതിനെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞല്ലോ, എന്താണ് വിവരങ്ങൾ? GK, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഇനി ഏതാണ്ട് അല്പസമയത്തിനകം അതിന്റെ ഫലസൂചനകൾ നമുക്ക് വ്യക്തമാകും. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:10 പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയ ശേഷം EVM-ലേക്ക് കടക്കുക. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ ഇതിനെ തന്നെ മാർത്തോമ സ്കൂളിലും കോളേജിലുമായി തന്നെ അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന് തന്നെയാണ് നിലമ്പൂരിനെ എല്ലാവരും കണക്കാക്കുന്നത്. അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം തന്നെ ഒരു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒന്നും തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യമൊന്നുമില്ലാതെ ശക്തമായ പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 75%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും 73%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDF-നും UDF-നും ലീഗിനും സ്വാധീനമുള്ള പഞ്ചായത്തുകളടക്കം ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പ്രവചനാതീതം എന്ന് തന്നെ പറയാം. പക്ഷേ ചില സൂചനകൾ, അതായത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്തായാലും വിധിയെ നിർണ്ണയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ വഴിക്കടവ് അടക്കമുള്ള പഞ്ചായത്തുകൾ, മുത്തേടം, കരുള അടക്കമുള്ള പഞ്ചായത്തുകളെല്ലാം തന്നെ UDF-ന് അനുകൂലമായി നിൽക്കുന്ന പഞ്ചായത്താണ്. ചില സാഹചര്യങ്ങൾ ഇപ്പോൾ UDF അനുകൂലമായി കണക്കാക്കുന്നത് 15,000 വോട്ട് ഭൂരിപക്ഷമാണ് UDF കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ ആദ്യഘട്ടത്തിൽ PV അൻവർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അതിനെല്ലാം തന്നെ UDF ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിച്ചു. അതുകൊണ്ട് തന്നെ UDF-ലെ ഒരു ഐക്യം അത് ഇത്തവണ ശക്തമായി തന്നെ മണ്ഡലത്തിൽ അത് പ്രചരണത്തിലെല്ലാം തന്നെ ഗുണം ചെയ്തു. മാത്രമല്ല സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് തിരിച്ച് ഇപ്പോൾ UDF ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. അതിൽ പോത്തുകൽ ഒഴികെയുള്ള അമരമ്പലം ഒഴികെയുള്ള മറ്റ് പഞ്ചായത്തുകളിലെല്ലാം ശക്തമായ ലീഡ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പോത്തുകലിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണെങ്കിൽ പോലും ഒരു നേരിയ ഭൂരിപക്ഷം എന്തായാലും UDF പ്രതീക്ഷിക്കുന്നു. അതേസമയം തന്നെ അമരമ്പലത്താണെങ്കിൽ LDF-ന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. എന്നാൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 1000-ൽ താഴെ മാത്രമേ ഒരു ഭൂരിപക്ഷം LDF-ന് അവിടെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് കണക്കുകൂട്ടൽ. ഇനി അഥവാ അൻവറിന്റെ ഫാക്ടർ ഇവിടെ പ്രവർത്തിച്ചു, അത് അൻവറിന്റെ വോട്ടുകൾ അടർത്തിയെടുത്താൽ പോലും ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങനെ UDF കേന്ദ്രങ്ങൾ കണക്കാക്കുന്നുണ്ട്. ഇതെല്ലാം കണക്കാക്കി തന്നെയാണ് അവർ വിജയപ്രതീക്ഷയിൽ ഇപ്പോഴും നിൽക്കുന്നത്. അതേസമയം തന്നെ LDF-നും സമാനമായ നിലയിൽ തന്നെ വിജയപ്രതീക്ഷയുള്ളത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നിരവധി വിഷയങ്ങൾ പ്രചരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു സെമി ഫൈനലായിട്ട് തന്നെ കണക്കാക്കുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അത് സർക്കാരിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ്. എന്തായാലും 8 മണിക്ക് വോട്ട് ആരംഭിക്കും. അതിന് മുന്നോടിയായി തന്നെ ഇവിടെ പോലീസിന്റെ എല്ലാം തന്നെ വലിയ സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നിരീക്ഷകരടക്കം ഈ കേന്ദ്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, അതാണ് നമ്മൾ ഒരിക്കൽ കൂടി സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോവുകയാണ്. സുർജിത്ത് PV അൻവറിന്റെ വസതിക്ക് മുന്നിലാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുർജിത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് PV അൻവറിനെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ്. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്നത് നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. PV അൻവർ ഇപ്പോൾ ആ വസതിയിൽ ഉണ്ടാകണം. അദ്ദേഹം അല്പസമയത്തിനകമൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് സുർജിത്ത് വിവരങ്ങൾ? അനുജ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒതായിലെ വീട്ടിലാണ് ഉള്ളത്. ഒതായിലെ വീട് എന്ന് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ ഈ
വാർത്താ സമ്മേളനമൊക്കെ വിളിക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് പതിവ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് ഈ ഒതായി എന്നുള്ള പേര് സുപ്രസിദ്ധമാണ്. ഒതായിലെ വീട്ടിൽ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നാണ് ആൾ പലപ്പോഴും പറയാറുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം അതിനിർണായകമാണ്. ഇന്നലെ പോലും അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളന ഘട്ടത്തിൽ ക്രോസ് വോട്ട് നടന്നു എന്നുള്ള തരത്തിൽ അത് അദ്ദേഹം നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു ക്രോസ് വോട്ട് നടന്നു എന്നുള്ളത്. അതായത് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ട അതിനനുകൂലിക്കുന്ന അത്തരത്തിലുള്ള വോട്ടർമാർ പലരും സ്വരാജിന് 10,000-ഓളം വോട്ടുകളുടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ച കാര്യം. നേരത്തെ ഒളിഞ്ഞ പിണറായി തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിലും ഭേദം ഒളിഞ്ഞ പിണറായി ജയിക്കുക എന്നുള്ളത്, അത് ആര്യാടൻ ഷൗക്കത്തിനെ ജയിക്കും എന്നുള്ള തരത്തിലുള്ള ധ്വനിയാണ് നേരത്തെ പങ്കുവച്ചതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സ്വരാജ് 2ാം സ്ഥാനത്തെത്തും, താൻ 1ാം സ്ഥാനത്ത് എത്തും എന്നുള്ള തരത്തിലുള്ളൊരു സ്ഥിരീകരണമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം കൃത്യമായൊരു ക്രോസ് വോട്ടിംഗ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. നമുക്കറിയാം PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. കാരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഈ സൈബർ കടന്നലുകളുണ്ട് CPIM-ൻ്റെ. ആ സൈബർ സംഘത്തിൻ്റെ മലങ്കടന്നലായി പ്രവർത്തിച്ച ഒരാളാണ് PV അൻവർ. അത്രമാത്രം വലിയ രീതിയിൽ CPIM-ൻ്റെ സൈബർ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും അങ്ങനെ സൈബർ ക്യാമ്പയിൻ്റെ കുന്തമുന PV അൻവറിലേക്ക് എത്തുകയും അദ്ദേഹം നിശ്ചിതമായ വിമർശനം പ്രതിപക്ഷ കക്ഷികളെ ഉൾപ്പെടെ ഉന്നയിക്കുന്ന തരത്തിൽ കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരാളാണ്. സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയായി പിന്നീട് ഈ മുഖ്യമന്ത്രിയുമായി ഇടയുന്നു. അതിനുശേഷം പരസ്യ പ്രസ്താവനയിലേക്ക് വരുന്നു. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് ഇവിടെ കളം ഒരുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് UDF-ലേക്ക് പ്രവേശിക്കാൻ പല ഘട്ടങ്ങളിൽ പല വഴികളും നോക്കിയ ആളാണ് PV അൻവർ. പക്ഷേ UDF-ലേക്ക് ഉള്ള ആ എൻട്രി അത് അസാധ്യമായി വരുന്നൊരവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിൽ VD സതീശനെതിരെയും നിലപാട് കടുപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് PV അൻവർ സ്വീകരിച്ചത്. ആ VD സതീശനെതിരെ നിലപാട് കടുപ്പിച്ചു. എന്തായാലും അതിൻ്റെ തുടർച്ചയായെല്ലാം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക്, ആദ്യം DMK ആയിരുന്നു, പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കുന്ന തരത്തിലേക്ക് എത്തി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, അതായത് പ്രചാരണത്തിൽ ഈ പ്രചാരണ രംഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം അത് TMC-യുടെ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഉണ്ടായത്. പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും ചിത്രത്തിലുണ്ടായിരുന്നില്ല. നിശബ്ദമായ രീതിയിലുള്ള പ്രചാരണമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നത് പോലും ആർക്കും അറിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പ്രചാരണത്തിൻ്റെ ഒരു 5 ദിവസം മുമ്പാണ് വലിയ രീതിയിലുള്ളൊരു കൊട്ടിക്കലാശത്തോടുകൂടി, വലിയ രീതിയിലുള്ളൊരു ആവേശപ്രകടനത്തോടുകൂടി അദ്ദേഹം രംഗത്തേക്ക് വരികയും വലിയ ഒരു പ്രചാരണത്തിൻ്റെ ഓളം സൃഷ്ടിക്കുകയും ചെയ്തു. മാത്രമല്ല വ്യക്തിപരമായ പല വോട്ടുകളും സാമുദായിക നേതാക്കളുടെ അടക്കം വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് UDF-ലെയും LDF-ലെയും അതൃപ്ത വോട്ടുകളെല്ലാം തന്നെ തനിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള നിലപാട് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. മാത്രമല്ല ഇവിടെ സുനിശ്ചിതമായും വിജയം കൈയാളും എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് PV അൻവറിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി പ്രതികരിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് വഴിക്കടവും ചുങ്കത്തറയും അടക്കമുള്ള പ്രദേശങ്ങൾ, മൂത്തേടം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഗണ്യമായ രീതിയിലുള്ളൊരു വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കണക്കൂട്ടിലാണ് PV അൻവർ ഉള്ളത്. ആ ഒരു ആത്മവിശ്വാസത്തിലുള്ള പ്രതികരണമാണ് ഇന്നലെ രാത്രി പോലും കണ്ടത്. താൻ വിജയിക്കും എന്നുള്ള തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ക്രോസ് വോട്ടിംഗ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഊന്നൽ നൽകുന്നുമുണ്ട്. അത് സ്വരാജിന് അനുകൂലമായ ക്രോസ് വോട്ടിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്താകും ചിത്രമെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാൻ പറ്റും. PV അൻവറിൻ്റെ വീട്ടിൽ, ഒതായിലെ വീട്ടിൽ അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തി മാധ്യമങ്ങളെ കാണും, ആദ്യഘട്ടത്തിൽ കാണുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. GK. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ ഒതായിലെ വസതിക്ക് മുന്നിൽ നിന്ന്. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും, അത് നിർണായകമാകും. അൻവർ സ്വയം താൻ വിജയിക്കും എന്ന വിശ്വാസത്തോടു കൂടി പ്രതീക്ഷ പങ്കുവെക്കുകയും ഉണ്ടായി.